ഈ മത്സരങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം സ്റ്റേഡിയം വൃത്തിയാക്കി മടങ്ങുന്ന ജാപ്പനീസ് ആരാധകർക്ക് അഭിനന്ദന പ്രവാഹമാണ്. തുനീഷ്യയെ തോൽപ്പിച്ച ശേഷം സ്റ്റേഡിയത്തിലെ ആ മാലിന്യങ്ങൾ മുഴുവൻ ശേഖരിക്കുന്ന ജാപ്പനീസ് ആരാധകരുടെ ചിത്രങ്ങൾ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ ആദ്യമായിട്ടല്ല, ഈ സ്ഥിരമായും മത്സരശേഷം സ്റ്റേഡിയം വൃത്തിയാക്കുന്ന നീല സാമുറായികൾ എപ്പോഴും കയ്യടി വാങ്ങാറുണ്ട്, ഒരു വല്ലാത്ത മാതൃക സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. കയ്യിൽ പതാകയ്ക്കൊപ്പം വലിയ സഞ്ചിയുമായി എത്തുന്ന ജാപ്പനീസ് ആരാധകർ ഫുട്ബോൾ ആരാധകർക്കിടയിൽ വേറിട്ട് നിൽക്കുകയാണ്. അവർ ഇരുന്ന കസേരകൾക്ക് താഴെയും ഗാലറിയിലാകെയും കിടന്ന പ്ലാസ്റ്റിക് കുപ്പികളും പേപ്പറുകളും ഒന്നുപോലും ബാക്കി വെക്കാതെ അവർ പെറുക്കിക്കൂട്ടി. ജാപ്പനീസ് സംസ്കാരത്തിൽ ഗോമി ഹിറോ എന്ന് വിളിക്കുന്ന ഈ ശുചീകരണ ശീലം അവർ ലോകവേദിയിലും കൈവിടുന്നില്ല. ചെറുപ്പം മുതൽക്കേ ക്ലാസ് മുറികൾ സ്വയം വൃത്തിയാക്കാനാണ് അവരെ പഠിപ്പിക്കുന്നത്. വന്നതിനേക്കാൾ വൃത്തിയായി ഇടങ്ങൾ തിരികെ നൽകുക എന്നതാണ് ശീലം. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സ്റ്റേഡിയത്തിൽ ഈ സംസ്കാരം ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞതിൽ വലിയ അഭിമാനമുണ്ടെന്ന് ജാപ്പനീസ് ആരാധകർ.来た時よりも帰った時の方が綺麗になるようにということを覚えて育つので、それがこういう、世界の人たちが注目するスタジアムで、披露されているのはとても誇らしいと思います。日本人は、自分で使ったものは自分で始末する、片付けをするということがもともと身についているので、なので当たり前の文化として、使ったものは全てきれいに終えるように。ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരേ മനസ്സോടെ ഈ ശുചീകരണത്തിൽ പങ്കുചേരുന്നു. കളി കാണാനെത്തുമ്പോൾ തന്നെ മാലിന്യം ശേഖരിക്കാനുള്ള കവറുകൾ അവർ കയ്യിൽ കരുതും. സ്നേഹത്തോടെ സ്വീകരിച്ച മെക്സിക്കോയോടുള്ള നന്ദി പ്രകടനം കൂടിയായിരുന്നു ജാപ്പനീസ് ആരാധകർക്ക് ഈ ശുചീകരണം. ഉപയോഗശേഷം ആ സ്ഥലം വൃത്തിയാക്കുക എന്ന ജാപ്പനീസ് ശീലം മുൻകൂട്ടി കണ്ട് സ്റ്റേഡിയത്തിലും ഫാൻ ഫെസ്റ്റുകളിലും 20,000-ഓളം മാലിന്യ ബാഗുകളാണ് മുൻകൂട്ടി വിതരണം ചെയ്തത്. കളിയിലെ ജയത്തിനും തോൽവിക്കുമപ്പുറം സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ വൃത്തിയുള്ള മാതൃകയാണ് ജപ്പാൻ കാഴ്ചവെക്കുന്നത്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.